അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ചെയ്യണ്ടേന്ന് ചോദിച്ചു. ചെയ്യാൻ അതിനെന്താ പ്രശ്നം? അപ്പോൾ കഥയൊന്നും നീ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ മതി, നമുക്ക് ചെയ്യാം. അത്ര ഉറപ്പ് പറഞ്ഞിട്ടില്ല. കഥയൊന്നും വേണ്ട, കഥ പക്ഷെ നമുക്ക് കഥ വേണമല്ലോ. നമുക്കെന്ന് ഞാൻ ഡേറ്റ് ചോദിച്ചു, സംസാരിച്ച് ബിഗ് ബി നടക്കുമ്പോഴാണ് ഡേറ്റ് ഒക്കെ ചോദിച്ചു ചെയ്യാടാ, നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. പിന്നെ ബോട്ട് ഡ്രൈവറെ സംഭവമായിരുന്നു. ആപ്പിൾസാണ് കുട്ടി സ്രാങ്ക് വന്നത്. സെയിം കഥ വന്നു. ഒരു മമ്മൂട്ടി പടം, ഒരു മോഹൻലാൽ പടം പിന്നെ ചിന്തിക്കാതിരുന്ന എന്തുകൊണ്ടായിരിക്കും? ചെയ്യണമെന്നുള്ള വാശിയിൽ ഇറങ്ങി കിട്ടത്തില്ല. വാശിയിൽ ചിന്തിക്കാണ്ടല്ല, എല്ലാം ഒത്തു വരണ്ടേ. അത് എവിടെയാണ് സാറിന് അത് പാളിപ്പോയത്? എവിടെയാണ്? കഥയിലാണോ? അത് അവരെ അല്ല അത് നമ്മൾ അപ്രോച്ച് നമ്മൾ അങ്ങനെ വെറുതെ അപ്രോച്ച് ചെയ്തില്ല. അതാണ് എൻ്റെ കുഴപ്പമാണത്, അല്ല അവരെ കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് മോഹൻലാലിന്റെ ഒരു ഓപ്പൺ ഡേറ്റ് പോലെ എന്നോട് പറഞ്ഞു. നീ ഒരു പറഞ്ഞു എന്നോട് പറഞ്ഞതാണ്. അല്ല മോഹൻലാൽ എത്ര എടുപ്പമായിരുന്നു? എല്ലാവരും നല്ല എടുപ്പം തന്നെയാണ്. അപ്പൊ ഞാൻ ഉടനെ നടക്കുമ്പോൾ കുന്നോളത്തായിരുന്നു ഷൂട്ട്. അപ്പോൾ ഞാൻ ഡെയിലി പോവും. അങ്ങനെ നമ്മൾ ഭയങ്കര സൗഹൃദമാണ്. ആ സൗഹൃദം ഇങ്ങനെ പുതുക്കി കൊടുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ചെയ്യണ്ടേന്ന് ചോദിച്ചു. ചെയ്യാൻ അതിനെന്താ പ്രശ്നം? അപ്പോൾ കഥയൊന്നും നീ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ മതി, നമുക്ക് ചെയ്യാം. അത്ര ഉറപ്പ് പറഞ്ഞിട്ടില്ല. കഥയൊന്നും വേണ്ട, കഥ പക്ഷെ നമുക്ക് കഥ വേണമല്ലോ. നമുക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചെന്താ വെച്ചാൽ മോഹൻലാലിനെ വെച്ചിട്ട് വെറുതെ ഒരു പടം, മോഹൻലാലിൻ്റെ വെറുതെ ഒരു പടം എടുത്തിട്ടാണ്ട് കാര്യമില്ല. മോഹൻലാലിന് പറ്റുന്ന നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രോങ് ആയിട്ടൊരു സാധനം വേണം. അപ്പം അതിങ്ങനെ നോക്കിയിട്ട് പക്ഷെ ആ സമയത്തൊന്നും അത് വർക്കൗട്ടായില്ല. അദ്ദേഹത്തിന് പറ്റിയ കഥ കിട്ടുന്നില്ല. നല്ലൊരു സ്ട്രോങ് സാധനം വേണമെന്നേ മോഹൻലാലിനെ വെച്ച് ചെയ്യുമ്പോൾ. നല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം വേണം. അല്ലാണ്ട് വെറുതെ ചുമ്മാ സിനിമ ചെയ്തിട്ടൊന്നും അവർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഓപ്പൺ ഡേറ്റും കൈവച്ചോണ്ടിരിക്കും ഇപ്പോഴും അല്ലേ? അല്ല ഓപ്പൺ ഇനിയിപ്പോൾ കിട്ടുമെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ഒത്തിരി ഇപ്പൊ സബ്ജക്ട് ഇഷ്ടം പോലെയാണ്. അപ്പോഴത്തേക്ക് മോഹൻലാൽ എന്തോ വേറെ രാജാവായി. അന്ന് രാജാവ് തന്നെയാണ്. പക്ഷെ അയാളെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഇന്നും അന്നൊക്കെ ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ കുഴപ്പങ്ങൾ ഒരുപാടുണ്ടായില്ല. ഞാനത് സമീപിക്കാത്ത ഉപയോഗപ്പെടുത്തില്ല. അത് തന്നെയാണ്. മമ്മൂക്കാനെ ഞാൻ ഡേറ്റ് ചോദിച്ചു, സംസാരിച്ച് ബിഗ് ബി നടക്കുമ്പോഴാണ് ഡേറ്റ് ഒക്കെ ചോദിച്ചു ചെയ്യാടാ, നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അത് സബ്ജക്റ്റൊക്കെ എല്ലാം ഓക്കെ കറക്റ്റായി. എല്ലാ സാധനങ്ങളൊക്കെ ഒരു പിന്നെ ബോട്ട് ഡ്രൈവറെ സംഭവമായിരുന്നു. അങ്ങനെ സ്വതയായിരുന്നു. അല്ല അത് ആപ്പിൾസാണ് കുട്ടി സ്രാങ്ക് വന്നത്. സെയിം കഥ വന്നു. അപ്പൊ അത് പിന്നെ വേണ്ട. അതിങ്ങനെ ഓരോരുത്തരെ യോഗം എന്നൊക്കെ പറയും. ഓരോ തടസ്സങ്ങൾ എപ്പോഴും കാണും അല്ലേ? എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ബോട്ടിന്റെ കഥ ആദ്യം സാറ് പറഞ്ഞതല്ലേ? അപ്പോൾ ഈ കുട്ടി സ്രാങ്കിന്റെ കഥ വന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ചെയ്യേണ്ട പറഞ്ഞത്. അല്ല ചെയ്യണ്ടെന്ന് പുള്ളി പറഞ്ഞില്ല. ഞാൻ ഒരു ബോട്ടിന്റെ സാധനം വന്നപ്പോൾ പിന്നൊരു സ്രാങ്കിന്റെ ഒരു കഥ പറയുന്നത് നല്ല ശരിയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ തന്നെയാണ് ആ കഥ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ആ സൈഡിലോട്ട് പോയിട്ടില്ല. പിന്നെ ആ സൈഡിൽ പോയില്ല. കാണും, സംസാരിക്കും. അതൊന്നും പിന്നെ അല്ല ഇപ്പോഴൊക്കെ ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹത്തെ ഇവർ രണ്ടിനും വെച്ച് ചെയ്യാനുള്ളൊരു ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. പക്ഷെ അത് ചെയ്യുമോ? എനിക്ക് സംശയം. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല എന്താ അങ്ങനെ പിന്നോട്ട് വലിക്കുന്ന കടമെന്തായിരിക്കും? നമ്മുടെ മനസ്സിന്റെ ഒരു അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ സാർ എന്തായാലും അപ്രോച്ച് ചെയ്യുന്നില്ല? എന്തായാലും ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. നാളെ സന്ദർഭം കിട്ടിയാൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് ചെയ്യാടാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഉഗ്രം സാധനം. സാർ എഴുതി വെച്ചിരിക്കുക. ഏത് സബ്ജക്റ്റ് പക്കാ സബ്ജക്റ്റ് ബീനാകുട്ടിയാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴും സബ്ജക്റ്റ് കിട്ടിയേക്കോ? സബ്ജക്റ്റ് അല്ല, ഓരോരുത്തർക്ക് ചെയ്യാനുള്ളൊരു സാധനം. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു മർമ്മം വേണം. വെറുതെ ചുമ്മാ നമ്മളൊരു സിനിമ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോൾ അയാൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല മോഹൻലാലിനെ കണ്ടെഴുതിയ സംഭവമാണോ? മോഹൻലാലാണോ അതിന്റെ? അല്ല മോഹൻലാലാണ് ബെറ്റർ അതിന്. ആണല്ലേ? അത് അദ്ദേഹം കേൾക്കട്ടെ. ഇപ്പോഴൊരു കഥയുമായിട്ട് കരിയം സാർ വെയിറ്റ് ചെയ്യുക. അല്ല അത് ഇങ്ങനൊരു കഥ ഒന്നും ഞാൻ ലാലിനോട് പറഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. ഞാനതിൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ അത് ആ സബ്ജക്റ്റ് കിട്ടിയപ്പോൾ കുറേയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഒന്നിലേ നോവലാക്കും, അല്ലേ സിനിമ, രണ്ടാലും നോക്കും. രണ്ടിലെന്തായാലും നടക്കും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ആക്കുവാണെങ്കിൽ മോഹൻലാലാണ് മനസ്സിൽ. അല്ല പകരം ഒരുപാട് പുതുമുഖ നടന്മാർ വന്നിട്ടില്ലേ? അവർക്കൊന്നും വിട്ടുകൊടുക്കത്തില്ല. പുതിയ നടന്മാർ അത് ചെയ്യാനുള്ള പുതിയ നടന്മാരില്ല. അത്രയും തൻ്റെ കഥാപാത്രം ഒരു നരസിംഹമാണെന്ന് തോന്നില്ല ആ സംഭവം. അങ്ങനെയല്ല, ഒരു പ്രത്യേക ജനുസാണ്. ഒരു ബയോപിക്കാണ് ശരിക്കും. ഒരു 30-35 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെ പോകുന്ന ഒരാളെ ലൈഫ് ഓഫ് സ്റ്റോറിയാണ്. അങ്ങനെയാണ്. എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നത് അല്ല, അതിനിപ്പോഴത്തെ നടന്മാർക്ക് അതിനുള്ളൊരു ശാരീരിക ഭാഷ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രായത്തിന് കുറേ വേരിയേഷൻസ് ഉണ്ട്, ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിന് വരുന്ന പെൺകുട്ടിക്ക് വേരിയേഷൻസ് ഉണ്ട്, അതിൽ വരുന്ന മറ്റുള്ള ആൾക്കാർക്ക് വേരിയേഷൻസ് ഉണ്ട്, അതിലുള്ള ലൊക്കേഷൻസ് വേരിയേഷൻസ് ഉണ്ട്.
നല്ല ചെലവുള്ള പടം. അല്ല എന്തുകൊണ്ട് സാർ വേണമെങ്കിൽ ഇത്രയും നല്ലൊരു എന്താ പറയുക ഓപ്പൺ ഡേറ്റ് കിടക്കുമല്ലോ, വേണമെങ്കിൽ അപ്രോച്ച് ചെയ്തുകൂടെ? അപ്പം അത് എനിക്കറിയില്ല, ഇപ്പം അറിയില്ല, ഞാൻ സമീപിച്ചിട്ടില്ല, ഇപ്പം അടുത്തൊന്നും ഞാൻ സമീപിച്ചിട്ടില്ല. മറ്റേ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അല്ലാണ്ട് ഫാമിലിയായിട്ട് സംസാരിക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്, വൈഫിനായിട്ട് സംസാരിക്കാറുണ്ട്. അത്തരം ഫാമിലി ബന്ധമുണ്ട്, ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ ഒരു കണ്ടിന്യൂ ഇതിലേക്ക് ഞാൻ പോയില്ല. പിന്നെ പുള്ളിയും വേറെ ലെവലിൽ പോയി നമ്മൾ അങ്ങനെയാണ്. അല്ലാണ്ട് പുള്ളി നല്ല മനുഷ്യനാണ്, എനിക്ക് തോന്നിയേക്കണം അങ്ങനെ. ഇപ്പം ഈ മോഹൻലാൽ മമ്മൂട്ടിയാർ അതുപോലത്തെ ഒരു ആൾക്കാരെ ഇനി അടുത്തൊരു ജനറേഷൻ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല പെരുമാറ്റം, ബിഹേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവർ രണ്ടുപേരുടെ ഒരുപാട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട് സാർ അല്ലേ? അല്ലല്ല, ഞാനും മമ്മൂട്ടിയുടെ പാതയെ മാത്രമേ വർക്ക് ചെയ്തു, പാതയും അക്കരെ. പക്ഷെ ആ ബന്ധം നല്ല ബന്ധങ്ങൾ. മോഹൻലാലിനോടൊപ്പം ഇല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ബന്ധങ്ങളുണ്ടല്ലേ? ബന്ധങ്ങളുണ്ട്. അന്ന് പറഞ്ഞതിൻ്റെ അസോസിയേറ്റ് ആണ്, ഇവരൊക്കെ എപ്പോഴും കാണുന്നതാണ്. പിന്നെ അങ്ങനെയുള്ളൊരു ബന്ധങ്ങളാണ് അതൊക്കെ.